വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് സുസ്മിതയ്ക്ക് ഒരു ഉഗ്രം പണി കിട്ടുന്ന എപ്പിസോഡാണ്. രോഹിത് സുസ്മിതയും കൊണ്ട് സ്പീഡിനങ്ങ് വണ്ടി ഓടിച്ചു പോവുകയാണ്. അതേസമയം ഇടയ്ക്ക് വളവെത്തുമ്പോൾ നന്നായിട്ട് വെട്ടിക്കുകയും ഗട്ടറിൽ വീഴ്ത്തുകയും പിന്നെ സഡൻ ബ്രേക്ക് ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം നന്നായിട്ട് അങ്ങ് ആടി ഉലയുകയാണ് സുസ്മിത. നടുവൊക്കെ വേദനിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുകയാണ്, മര്യാദയ്ക്ക് വണ്ടി ഓട്ടിക്കാനായിട്ട് ഇവനോട് പറയാനും നിവർത്തിയില്ലല്ലോ. ഫാമാൻറ്റിയോട് പറഞ്ഞ് നേരെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു ഡിക്കിയുള്ള കാറ് വാങ്ങാൻ പറയണം, അല്ലെങ്കിൽ ഡിക്കിക്ക് കൂടി സീറ്റ് ബെൽറ്റ് ഇടാനുള്ളൊരു നിവേദനം കൊടുക്കണം എന്നൊക്കെ അങ്ങ് സുസ്മിത ചിന്തിച്ച് അങ്ങ് ആടി ഉലയുകയാണ്. അതൊക്കെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ കണ്ട് ആസ്വദിച്ചങ്ങ് വണ്ടി ഓടിക്കുകയാണ് രോഹിത്. തുടർന്ന് ഒരുപാട് സമയം ഈ സുസ്മിതയെ കൊണ്ടങ്ങ് വണ്ടി ഓടിക്കുകയാണ്. നേരം സന്ധ്യയോട് അടുക്കുന്നുണ്ട്. അന്നേരം ഒരുപാട് നേരമായല്ലോ പോകാൻ തുടങ്ങിയിട്ട്, ഇവനെന്താ ഹിമാലയത്തിലേക്ക് പോവുകയാണോ? നേരം ഇരുട്ടി തുടങ്ങി, ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞ് നേരെ അങ്ങ് ചാരി കണ്ണടച്ച് സുസ്മിത കിടക്കുകയാണ്. അത് രോഹിത് ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ കാണുമ്പോൾ വണ്ടി ഒന്ന് വെട്ടിക്കുകയാണ്. അന്നേരം അയ്യോ എൻ്റെ നടുവെന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് ഉണരുകയാണ്. ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. തുടർന്ന് രോഹിത് സുസ്മിതയും കൂട്ടിയെത്തുന്നത് ഒരു ശ്മശാനത്തിലേക്കാണ്. അന്നേരം അവിടെ ശവങ്ങളൊക്കെ കത്തിക്കുകയും ഇടയ്ക്ക് കുഴിയെടുക്കുകയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. തുടർന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന രോഹിത് കുഴി വെട്ടുന്ന ഒരാളോട് ചെന്ന് കാര്യം എന്തായി എന്ന് ചോദിക്കുകയാണ്. അന്നേരം കുഴി കുറച്ച് റെഡി ആയിട്ടുണ്ട്, ഇനി ബോഡി കണ്ടാലേ ബാക്കി എത്ര എടുക്കണമെന്ന് അറിയത്തുള്ളൂ, ബോഡി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കാറിൻ്റെ ഡിക്കിയിലുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്, ബോഡിക്ക് ജീവനുണ്ട്, പക്ഷെ ഞാനതൊക്കെ ശരിയാക്കി തരാമെന്ന് രോഹിത് അയാളോട് പറയുകയാണ്. അന്നേരം അതൊക്കെ പെട്ടെന്ന് പണി തീർത്തോളണം, ബാക്കി എനിക്ക് ബോഡി കണ്ടാലേ കുഴി എത്ര വലിപ്പം വേണമെന്ന് അറിയത്തുള്ളൂ എന്ന് അയാൾ പറയുകയാണ്. ഇതേസമയം പിന്നെ ഡിക്കിയിലേക്ക് കിടക്കുന്ന സുസ്മിത ഇങ്ങനെ നോക്കുമ്പോൾ ഇത് കുഴിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ, ഇവനെന്താ തെങ്ങ് കൃഷിക്കുള്ള പരിപാടിയാണോ എന്നും പറഞ്ഞ് പതിയെ ഡിക്കി തുറന്ന് സുസ്മിത വെളിയിലേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് നടുവൊക്കെ ശരിയാക്കിയ ശേഷം നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം, ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഊട്ടിയൊക്കെ കണക്കിരിക്കുന്നു, ഇത് ഏതാ സ്ഥലമെന്നും പറഞ്ഞ് ഇങ്ങനെ ചുറ്റും നോക്കിയാണ്. അന്നേരം രോഹിത് ഓടി വന്നിട്ട് അല്ലടി കുളു മണാലിയാണ്, ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ബലമായിട്ട് സുസ്മിതയെ ശ്മശാനത്തിനകത്തേ കൊണ്ടുപോവുകയാണ്. സംഭവം ശ്മശാനമാണെന്ന് സുസ്മിതയ്ക്ക് അതുവരെയും മനസ്സിലായില്ല. തുടർന്ന് നീ എങ്ങനെ ഇവിടെ എത്തിയിടിയും ചോദിക്കുകയാണ്. അന്നേരം അതാണ് ഞാൻ ഓർക്കുന്നത്, വീട്ടിൽ ബെഡിൽ കിടന്ന് ഉറങ്ങിയതാണ്, പിന്നെ ഞാൻ ബോധം വരുമ്പോൾ ഇവിടെയാണ്. മുമ്പേ ശാലിനി പറഞ്ഞില്ലേ എനിക്ക് സോമനാബുലിസം അസുഖം ഉണ്ടെന്ന്, ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കും, ഞാൻ അസുഖമൊക്കെ ഉള്ള കുട്ടിയല്ലേ, അതുകൊണ്ട് എന്നെ കല്യാണം കഴിക്കേണ്ട രോഹിത് എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് തകർത്ത് അഭിനയിക്കുകയാണ്. അന്നേരം സംഭവം രോഹിത്തിന് മനസ്സിലാകുന്നുണ്ട്. അന്നേരം രോഹിത് പറയാണ്, അത് ശരിയാണ്, ഇപ്പോഴെങ്കിലും എനിക്കത് മനസ്സിലായല്ലോ, ഇപ്പോഴാണ് ഞാനും അത് മനസ്സിലാക്കിയത് എന്ന് സുസ്മിത അഭിനയിച്ചതുപോലെ തകർത്ത് തിരിച്ച് രോഹിതും അഭിനയിക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയും ഓർത്ത് നിൽക്കുകയാണ്. തുടർന്ന് രോഹിത് പറയുന്നുണ്ട്, നീ അങ്ങനെ ഇപ്പോൾ രക്ഷപ്പെടാമെന്ന് നോക്കണ്ട, നീ കാറിനകത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാണ്, അതുകൊണ്ട് തന്നെയാണ് നിന്റെ അസുഖത്തിന് ചികിത്സിക്കാനുള്ള ഈ സ്ഥലത്തേക്ക് തന്നെ നിന്നെ ഞാൻ കൊണ്ടുവന്നതെന്ന്. തുടർന്ന് ഇത് ഏതാ സ്ഥലം, നല്ല സ്ഥലം എന്നൊക്കെ സുസ്മിത പറയുകയാണ്. അന്നേരം ഇത് നിനക്ക് പറ്റിയ സ്ഥലം തന്നെയാണ്, ചുടുകാട് എന്ന് പറയുമെന്ന് രോഹിത് പറയുകയാണ്. അന്നേരം ആ പേര് സുസ്മിത ആദ്യം ശ്രദ്ധിക്കുന്നില്ല. അതെ, ഇത് ഏതെങ്കിലും കാടായിരിക്കുമെന്ന് ഞാനും ഉദ്ദേശിച്ചു, നല്ല സ്ഥലമെന്നും പറഞ്ഞിങ്ങനെ ചുറ്റും നോക്കിയിട്ടാണ് പെട്ടെന്ന് രോഹിത് ചുടുകാട് എന്ന് പറഞ്ഞത് ഓർക്കുന്നത്. അന്നേരം രോഹിത് ഏത് കാടെന്നാണ് പറഞ്ഞത്? അതെ, ചുടുകാട്, ശ്മശാനം, പ്രേതഭൂമി എന്നൊക്കെ പറയും എന്ന് പറയുമ്പോൾ സുസ്മിത ആകെ അന്തം വിട്ട് പേടിച്ച് ചുറ്റും നോക്കുകയാണ്. അന്നേരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ രോഹിത്, വെറുതെ കള്ളം പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് വിറച്ച് സുസ്മിത പറയുകയാണ്. അന്നേരം നീ കണ്ണ് തുറന്ന് നോക്ക്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന്. ചുറ്റും കാണുന്നത് ക്യാമ്പ് ഫയറൊന്നുമല്ല, കത്തുന്നതും കത്തി തീർന്നുകൊണ്ട് ഇരിക്കുന്നതും ഒക്കെയായ ശവങ്ങളാണ് എന്ന് രോഹിത് പറയുകയാണ്. അതേസമയം വണ്ടിയിൽ നിന്നും ഒരു ഇരുമ്പ് ദണ്ട് ആദ്യമേ ഇറങ്ങുമ്പോൾ രോഹിത് പുറകിലെടുത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അത് രോഹിത് പുറത്തെടുക്കുന്നുമുണ്ട്, സുസ്മിത അത് കാണുന്നില്ല. തുടർന്ന് സൂക്ഷിച്ചു നിന്നോ, ചിലപ്പോൾ തലയോട്ടികളൊക്കെ പൊട്ടിത്തെറിച്ച് നിന്റെ തലയിലേക്ക് വീഴുമെന്ന് രോഹിത് പറയുമ്പോൾ ആകെ പേടിക്കുന്ന സുസ്മിത അവിടെ നിന്നും ഓടി പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അന്നേരം സുസ്മിതയെ പിടിച്ചു വലിച്ച കുഴിയിലേക്ക് അങ്ങ് നിർത്തുകയാണ് രോഹിത്. നീയും അവരും തമ്മിൽ ഇനി വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, നീയും ഇപ്പോൾ ശവമാകാൻ പോവുകയാണ് എന്ന് സുസ്മിതയോട് രോഹിത് പറയുമ്പോൾ എന്ത് നീ കളി പറയല്ലേ എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. എനിക്ക് പേടിയാണ്, പ്രേതങ്ങളെ പേടിയാണ് എന്ന് പറയുകയാണ്. അന്നേരം നിന്റെ അത്ര കുടില ബുദ്ധിയും രക്തദാഹിയും ഒന്നുമല്ലല്ലോ അവര്, നിനക്ക് നീണ്ടു നിവർന്ന് കിടക്കാനുള്ള കുഴിയാണ് ഇത് എന്ന് പറയുമ്പോഴാണ് സുസ്മിത ആ കുഴി ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ആ കുഴിയിൽ നിന്നും സുസ്മിത
കയറിയിട്ട് വീണ്ടും പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ സുസ്മിതയെ വീണ്ടും പിടിച്ചു നിർത്തുകയാണ് രോഹിത്. എന്നിട്ട് ആ ഇരുമ്പ് ദണ്ട് കാണിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ തലയുടെ ബേക്കിലേക്ക് ഒരൊറ്റ അടി വെച്ച് തന്നാൽ മതി, നീ തീരാനായിട്ട് ഇത് മതി, നിന്റെ സോമനാപുലിസവും ഒക്കെ അടക്കമുള്ള എല്ലാ അസുഖങ്ങളും ഞാൻ ഇപ്പൊ തന്നെ ചികിത്സിച്ച് മാറ്റാന്ന് രോഹിത് പറയുകയാണ്. അന്നേരം ആകെ പേടിച്ച് ഉറച്ചു നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് തൊഴുതു നിൽക്കുകയാണ് രോഹിത്തിന്റെ മുമ്പില്. അന്നേരം രോഹിത് പറയുകയാണ്, നീ ഇവിടെ കിടന്ന് എത്ര ഒച്ച വെച്ചാലും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് മാത്രമേ ആളുകളോ ജനവാസമോ ഒക്കെ ഉള്ളൂ, ഇവിടെ എങ്ങും ഒരു പട്ടി കുഞ്ഞു പോലും കേൾക്കാനില്ല എന്ന് പറഞ്ഞ് രോഹിത് ആ വടി അങ്ങ് ഓങ്ങുകയാണ് സുസ്മിത അടിക്കാനായിട്ട്. പെട്ടെന്ന് സുസ്മിത അങ്ങ് രോഹിത്തിൻ്റെ കാല് പിടിക്കുന്നുണ്ട്. നാളെ നമ്മുടെ കല്യാണമാണ് എന്നെങ്കിലും ഓർത്ത് രോഹിത് എന്നെ വെറുതെ വിടണം എന്നൊക്കെ പറയുമ്പോൾ, ഈ അവസ്ഥയിൽ നിന്നെ കല്യാണം കഴിച്ചിട്ടും എനിക്കൊന്നും നേടാനില്ല, വല്ല രക്തരക്ഷസിനെയോ ദുർമന്ത്രവാദിനെയോ ഒക്കെ കല്യാണം കഴിക്കുന്നതാണ് ഇതിനേക്കാൾ ഭേദം, അവരെ കല്യാണം കഴിച്ചിട്ട് എന്ത് നേടാനാണ് എന്നൊക്കെ പറയുമ്പോഴും രോഹിത്തിൻ്റെ അങ്ങ് കാല് പിടിച്ച് കരയുകയാണ് സുസ്മിത. എന്നെ കൊല്ലല്ലേ, രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ്. അതേസമയം രോഹിത് പറയുന്നുണ്ട്, ആ കുഴിവെട്ടുകാരൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ്, എന്നാലേ അയാൾക്ക് ബാക്കി കുഴിയുടെ നീളവും വലിപ്പവും ഒക്കെ അറിയാൻ സാധിക്കത്തുള്ളൂ എന്ന്. തുടർന്ന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് സുസ്മിത പറയുമ്പോൾ, അല്ല നിന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല, അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ വടി ഓങ്ങുകയാണ്. അന്നേരം ഇല്ല, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറയുകയാണ്. എങ്കിൽ നീ ഒരു മനുഷ്യ സ്ത്രീയായി ജീവിക്കണം, നിന്റെ മനസ്സിനുള്ളിലെ കുശുമ്പും കുന്നായ്മയും മോശം വിചാരങ്ങളും എല്ലാം ഈ ചുടുകാട്ടിൽ ഉപേക്ഷിച്ചോളണം, അതിനുശേഷം നീ എൻ്റെ കൂടെ വരണം, എന്നെ കല്യാണം കഴിച്ച് മാനം മര്യാദയ്ക്ക് ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് ജീവിക്കണം, നിന്നെ കൊണ്ട് ഇനി സത്യാമ്മയ്ക്കോ ശാലിനിക്കോ വിഷ്ണുവിനോ പ്രീതിക്കോ എനിക്കോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല, എന്താ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒന്ന് ആലോചിക്കുന്ന സുസ്മിത പെട്ടെന്ന് ആ രോഹിത്തിന്റെ കയ്യിലിരിക്കുന്ന ആ വടി കണ്ടിട്ട് പേടിക്കുന്നുണ്ട്. തുടർന്ന് പറ്റും, ഐ പ്രോമിസ് എന്ന് പറയുകയാണ്. അതൊക്കെ സുസ്മിതയുടെ അടവ് മാത്രമാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള. എങ്കിൽ മര്യാദയ്ക്ക് വന്ന് വണ്ടിയിൽ കയറുക എന്ന് രോഹിത് പറയുകയാണ്. ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാമെന്ന് രോഹിത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ വണ്ടിയുടെ അടുത്തേക്ക് ഓടുകയാണ് സുസ്മിത, രക്ഷപ്പെട്ട ആ സന്തോഷത്തിൽ. എന്നിട്ട് ഫ്രണ്ട് ഡോറ് തുടർന്ന് കയറാനായിട്ട് പോകുമ്പോൾ, എങ്ങോട്ടാണ് ഈ തള്ളി കയറാൻ പോകുന്നത്, നീ വന്ന അതേ സീറ്റിൽ മതി നിന്റെ തിരിച്ചുള്ള യാത്രയെന്ന് പറയുകയാണ്. അന്നേരം രോഹിത് അതെന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ താളം പിടിക്കുമ്പോൾ വീണ്ടും ആ വടി ഓങ്ങുകയാണ്. അയ്യോ വേണ്ട, ഞാൻ കയറിക്കോളാമെന്നും പറഞ്ഞ് ഓടിപ്പോയി ബാക്കിലെ ഡിക്കിയിൽ തന്നെ കയറുന്നുണ്ട്. അതേസമയം രോഹിത് പോകാൻ തുടങ്ങുമ്പോൾ ആ കുഴിവെട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, അല്ല കൊണ്ടുപോവുകയാണോ എന്ന്. അന്നേരം ഇപ്പോൾ പോവുകയാണ്, ചേട്ടൻ കുഴി പൂർത്തിയാക്കിക്കോ, സൈസ് മനസ്സിലാക്കിക്കോ, ചിലപ്പോൾ ഈ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന്. അന്നേരം അപ്പം ശരി എന്നൊക്കെ പറഞ്ഞ് അവരോട് വഴിയൊക്കെ പറഞ്ഞ് വണ്ടി എടുക്കുകയാണ്. അന്നേരം ഇതൊക്കെ സുസ്മിത കേട്ടങ്ങ് പേടിച്ചിരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ കുടുംബശ്രീ വീടാണ്. അവിടെ രാമായണ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വിളക്ക് വെച്ച് തൊഴുത് പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ. ശാരികയും പിന്നെ പ്രീതിയും ശാലിനിയും ഒക്കെ ഒരുങ്ങുന്നതേ ഉള്ളൂ. മുറ്റത്ത് കസേരയിട്ട് ഇരിക്കുകയാണ് വിഷ്ണു അല്ല അർജുനും രാജീവും കൂടി. അതേസമയം അകത്തു നിന്നും വിഷ്ണു ഇറങ്ങി വരികയാണ്. അന്നേരം അതെ ഇങ്ങ് പോരാ, അതേ കസേര എടുത്ത് ഇങ്ങോട്ടിരുന്നു, പുറത്താക്കിയല്ലേ എന്ന് രാജീവ് ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെയൊന്നും ഇല്ല എന്ന് വിഷ്ണു ഇങ്ങനെ പറയുമ്പോൾ, പറയാൻ മടിയൊന്നും വേണ്ട, നമ്മളും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ആകെ ബോറടിക്കുന്നു, നമുക്ക് എന്തെങ്കിലും ഗെയിം കളിച്ചാലോ എന്ന് അർജുൻ ചോദിക്കുകയാണ്. എങ്കിൽ നമുക്ക് കാർഡ് കളിക്കാമെന്ന് അർജുൻ പറയുന്നുണ്ട്. മുച്ചീട്ട് കളിയല്ലേ, അതെനിക്കറിയാമെന്ന് പറഞ്ഞ് വിഷ്ണു വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. അന്നേരം അത് എനിക്കറിയില്ല, അത് വേണ്ട എന്ന് രാജീവ് പറയുകയാണ്. എങ്കിൽ സാറിന് ഇഷ്ടപ്പെട്ട കളി പറയുമ്പോൾ നമുക്ക് ചെസ്സ് കളിക്കാമെന്ന് പറയുന്നുണ്ട് രാജീവ്. അന്നേരം വിഷ്ണു പറയാണ്, അതെനിക്ക് ഇഷ്ടമേ അല്ല, കുറേ കരുക്കൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കുറേ സമയം അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, അത് കാണുന്നവന്മാരുടെ തലയ്ക്കടിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളി പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ബോക്സിങ് ആവാമെന്ന്. അന്നേരം തടി കേടാവുന്ന കളിക്കൊന്നും ഞാനില്ലാന്നും പറഞ്ഞ് രാജീവ് ഒഴിയുകയാണ്. എങ്കിൽ പിന്നെ നമുക്ക് ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കാമെന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം അർജുൻ ചോദിക്കുകയാണ്, എന്താ വിഷ്ണു പറയുന്നത്, ഈ 3 പേരെ വെച്ചിട്ടാണോ ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കുന്നതെന്ന്. അന്നേരം ഇവരുടെ ഈ സംസാരമൊക്കെ ശ്രദ്ധിച്ച് വരാന്തയിൽ നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് രാജീവ് പറയുകയാണ്, എങ്കിൽ നമുക്കൊരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കാം, ജനറൽ നോളജ് എന്ന്. അന്നേരം പിന്നെ അർജുൻ പറയുന്നുണ്ട്, എങ്കിൽ ജുഡീഷ്യറി മതി, അതിൽ നിന്നാകാമെന്ന്. ഇത് കേട്ട് വിഷ്ണുവിൻ്റെ മുഖം അങ്ങ് മാറുകയാണ്. വിഷ്ണു തൊഴുതു പറയുകയാണ്, അയ്യോ എൻ്റെ പൊന്ന് സാറുമാരെ, ഞാൻ ബോറടിച്ച് ചാവുന്നെങ്കിൽ അങ്ങ് ചത്തോട്ടെ, എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലല്ലേ എന്ന്. വിഷ്ണുവിൻ്റെ ആ ഭാവം കണ്ടിട്ടങ്ങ് ചിരിക്കുകയാണ് രാജീവും അർജുനും പുറകിൽ നിൽക്കുന്ന ശ്യാമയും ഒക്കെ.
അന്നേരം എന്താ പ്രശ്നമെന്നും ചോദിച്ചുകൊണ്ട് ശ്യാമ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം വാ വാ എന്ന് പറഞ്ഞ് വിഷ്ണു വിളിക്കുകയാണ്. അന്നേരം രാജീവ് പറയുകയാണ്, നമ്മുടെ ഭാര്യമാർ തന്നെയാണ് പ്രശ്നം. ഈ രാമായണ പൂജ എന്നും പറഞ്ഞിട്ട് നമ്മൾ രാവിലെ കുളിച്ച് റെഡിയായി ഇരിക്കുകയാണ്. അവരൊക്കെ ഇപ്പൊ കുളിക്കാൻ പോയേക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അണിഞ്ഞൊരുങ്ങാനായിട്ട് 1.5 മണിക്കൂർ എടുക്കും. നമ്മളിവിടെ കാത്തു കെട്ടിയിരിക്കണം. എന്തൊരു ബോറടിയാണ് എന്നിങ്ങനെ രാജീവ് പറയുമ്പോൾ ശ്യാമയും ചിരിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയും ഇത് കേട്ടുകൊണ്ട് വരികയാണ്. അന്നേരം അമ്മ ഇനി വന്നേന്ന് ശ്യാമ വിളിക്കുകയാണ്. തുടർന്ന് അമ്മ തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്ന് ശ്യാമ പറയുമ്പോൾ എല്ലാ വീട്ടിലും ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ആണുങ്ങൾ പല്ല് തേച്ച് കുളിച്ച് ഒരുങ്ങി വരുമ്പോൾ പ്രഭാത ഭക്ഷണവും ചായയും ഒക്കെ അവരുടെ മുമ്പിൽ റെഡി ആയിരിക്കണം. പിന്നീടാണ് പെണ്ണുങ്ങൾ അവരുടെ കാര്യം നോക്കി പോകുന്നത് എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം ഞങ്ങളും കുളിച്ച് തന്നെയാണ്. കുളിച്ചതേ മുടിയൊന്ന് ചീകി ഇതേ ഡ്രസ്സ് ചെയ്തു. അമ്മയുടെ പണി കഴിഞ്ഞു. പിന്നെ ഇതിൽ കൂടുതൽ അവർക്ക് എന്താണ് വേണ്ടത്? മുടിയൊന്ന് കെട്ടണം, അത്രയല്ലേ വേണ്ടൂ എന്ന് അർജുൻ പറയുകയാണ്. അന്നേരം രാജീവ് പറയുന്നുണ്ട്, കണ്ണെഴുതണം. അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 വര വരയ്ക്കണം. വീണ്ടും അർജുൻ പറയുന്നുണ്ട്, പിന്നെ പൊട്ട് കുത്തണം. അതൊന്നും എടുത്ത് ഒട്ടിക്കുകയല്ലേ വേണ്ടു. ഇതിനൊക്കെയാണോ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നതെന്ന് അർജുൻ ചോദിക്കുമ്പോൾ വിഷ്ണുവും രാജീവും അതൊക്കെ തലവിലേക്ക് സമ്മതിക്കുകയാണ്. അന്നേരം അത് കൊള്ളാമല്ലോ എന്നുള്ള നെപ്പിൽ ശാരദാമ്മ നിൽക്കുമ്പോൾ ഇതിനുള്ള മറുപടി നൽകേണ്ടത് ഞങ്ങളുടെ ചേച്ചിമാരാണെന്ന് ശ്യാമ പറയുന്നുണ്ട്. അവരിത് ഇപ്പം വരും, ഇപ്പം കിട്ടുമെന്ന് ശാരദാമ്മ പറയുകയാണ്. തുടർന്ന് എല്ലാവരും ഇങ്ങനെ തലവെച്ച് ചിരിച്ചു വയ്ക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന സീൻ അകത്താണ്. അകത്ത് എല്ലാവരും കസേരയിട്ട് ഇരിക്കുകയാണ്. ശാരദാമ്മയും വിഷ്ണുവും രാജീവും അർജുനുമൊക്കെ, ശ്യാമയും ശാരികയും പ്രീതിയും കുളി കഴിഞ്ഞെത്തിയിട്ടുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, ഇത് പണ്ട് മുതലേ ഉള്ള കാര്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഇതിനിപ്പോൾ തന്നെ ഒരു തീരുമാനം ഇവിടെ ഉണ്ടാക്കണമെന്ന്. അന്നേരം ശാരിക പറയുന്നുണ്ട്, ശ്യാമയെക്കാള് വിട്, നമ്മൾ കുളി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല എന്ന്. അന്നേരം വിഷ്ണു പറയുകയാണ്, ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്, ഇനി 1.5 മണിക്കൂർ എടുക്കുമെന്ന്. അന്നേരം ശ്യാമ പറയുകയാണ്, നിങ്ങൾ ഒരുങ്ങാനായിട്ട് ഇത്രയും സമയം എടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. അതേസമയം ഇവർ ബോറടിച്ചിരിക്കുമെന്ന്. അതിനുള്ളൊരു ഗെയിമാണ് ഞാൻ പറയുന്നത്. ഇന്ന് നിങ്ങളെ അതിനുള്ള ഒരു ഗെയിമാണ് കണ്ണെഴുതി പൊട്ട് തൊടിക്കൽ. പക്ഷെ അന്നേരം കണ്ണെഴുതി പൊട്ട് തൊടിക്കലോ എന്നും പറഞ്ഞ് എല്ലാവരും ചിന്തിച്ച് നിൽക്കുമ്പോൾ നിങ്ങളെ ഇന്ന് ഒരുക്കി റെഡിയാക്കുന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാരാണ് എന്ന് ശ്യാമ പറയുമ്പോൾ അയ്യേ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് രാജീവും വിഷ്ണുവും അർജുനുമൊക്കെ. അന്നേരം അങ്ങ് ചിരിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പ്രീതിയും ശാരികയും ശാലിനിയും ഒക്കെ. അന്നേരം വാവത്ത് ചിരിക്കുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. താങ്ക് യു.